ഞാൻ അമൃതാപ്പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. ഞാനൊരു കപ്പ് അമൃതാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരു കപ്പ് മൈദപ്പൊടി എടുത്ത് ഇതിനകത്ത് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ അതിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. വാനില എസൻസാണ് കേട്ടോ, പുതിയ വാനില എസൻസാണ്. ഒരു അര ഗ്ലാസ് തികച്ചില്ല, ഒരു ഗ്ലാസ്സിന് മുകളിൽ പാലും എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണാണ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട അത് മതി. ഇനി അമൃതാപ്പൊടിയുടെ ആ മണം മാറാൻ വേണ്ടിയിട്ട് അതിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 3 ഏലക്ക പൊളിച്ചത്, ഒരു 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കറുകപ്പട്ട കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ജാതിക്കയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. മറ്റ് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിയും. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പഞ്ചസാര അതിനകത്തേക്ക് ഇടുകയാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇത്. കാരണം അമൃതാപ്പൊടിക്ക് മധുരമുണ്ട്, ആ കൂടെ പിന്നെ നമ്മൾ കുറേ മധുരം ഇട്ടത് ഏലക്ക, ഗ്രാമ്പൂ, ഗ്രാമ്പൂ 4 എണ്ണം ഉണ്ട്. 4 ഗ്രാമ്പൂ. ഇത് കറുകപ്പട്ട ഞങ്ങൾ ഇവിടെ തന്നെ അതിൻ്റെ തണ്ട് പൊളിച്ച് ഉണക്കിയെടുത്തത്, അതുകൊണ്ടാണ് ഈ ചെറുത് കണ്ടോ. കറുകപ്പട്ടയുടെ ചെറിയ തണ്ട് വെട്ടിയിട്ട് ഞങ്ങൾ തന്നെ ഉണക്കിയെടുത്ത് വെച്ചതാണ്. ആ ചെറിയ കഷ്ണം ജാതിക്ക, അത് അമൃതാപ്പൊടിയുടെ മണം അറിയാതിരിക്കാൻ വേണ്ടി, ആ മുട്ടയുടെ അമൃതാപ്പൊടിയുടെ മണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അമൃതാപ്പൊടി നമ്മൾ അരിക്കണം കേട്ടോ. അമൃതപ്പൊടി നമ്മൾ അരിച്ചില്ലെങ്കിൽ അതിനകത്ത് തരിന്ന് അതിൻ്റെ തൊലി കിടക്കും. കാരണം ഇത് അമൃതപ്പൊടി ഒരുപാട് ഗുണമുള്ള സാധനമാണ്. ഞാൻ ബേക്കിംഗ് പൗഡർ അതിനകത്തേക്ക് ഇട്ടു, കൊക്കോ പൗഡർ ഇടുകയാണ്. ഇനി നമുക്കിതൊന്ന് അരിക്കാം. ഇതിനകത്ത് ചേർത്തേക്കുന്ന ഈ അമൃതപ്പൊടിക്കകത്ത് ബദാം, പിന്നെ ഇത് കപ്പലണ്ടി, അങ്ങനെ എല്ലാ സാധനവും, കശുവണ്ടിപ്പരിപ്പ്, എല്ലാ സാധനവും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. അതിൽ ഈ ബദാമിൻ്റെ തോല്, അതേപോലെ തന്നെ ഈ പിന്നെ മറ്റുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എല്ലാ ധാന്യങ്ങളും ചേർന്നാണ് ഇത് പൊടിക്കുന്നത്. ആ ധാന്യങ്ങളുടെ എല്ലാത്തിൻ്റെയും തോലുണ്ടാവും. ഇതിങ്ങനെ പൊടിച്ചാലും അത്രയും നൈസ് പൊടിയായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ തോല് നമ്മൾ അരിച്ച് മാറ്റിക്കളയണം. ഞാൻ അരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് കൊക്കോ പൗഡറും ഇട്ടിട്ടുണ്ട്, ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാനിത് അരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരിച്ചും വന്നോളും, പണി എളുപ്പമാണ്, നമുക്ക് ആ തോലും ഇങ്ങ് പോന്നോളും. അതിനാണ് ഞാനതങ്ങനെ ചെയ്യുന്നത്. കണ്ടോ ആ തോല്, കണ്ടോ ആ തോലങ്ങനെ വരും. അതല്ലെങ്കിൽ അതിങ്ങനെ ഇതിൽ പിരിപിരന്നിരിക്കും. അത് നമ്മൾ കേക്ക് ഉണ്ടാക്കിയാലും സോഫ്റ്റ്നെസ് കുറയത്തില്ലെങ്കിലും അത് പിരിപിരന്നിങ്ങനെ നമ്മുടെ നാവേലിങ്ങനെ ഇത് തടയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തൊലി നല്ലപോലെ അരിച്ചിങ്ങെടുക്കണം നമ്മൾ. കണ്ടോ ഇത്രയും കണ്ടോ, ഇത്രയും തൊലി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. കണ്ടോ ആ തൊലി നമ്മൾ മാറ്റിക്കളയണം, അത് നമുക്ക് വേണ്ട. അത് ഈ ധാന്യങ്ങളുടെയൊക്കെ എല്ലാ ധാന്യങ്ങളും പൊടിക്കുമ്പോൾ അതിൻ്റെ തൊലിയാണത്. 2 മുട്ട ഞാൻ പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ 2 മുട്ടയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ആ ഗ്രാമ്പൂവും കറുകപ്പട്ട, ഏലക്ക, ജാതിക്ക എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ പഞ്ചസാര ഒന്ന് പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക്. അതായത് പിന്നെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. അതും അതിനകത്തേക്ക് ചേർക്കുക. ആ മുട്ടയൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കിടന്ന ആ എണ്ണയും കൂടെ ഒന്ന് അടിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിനകത്ത് പഞ്ചസാര പൊടിച്ച് വെച്ചത് അതും കൂടെ ഞാൻ അതിനകത്ത് ചേർക്കുക. ചെറിയ മിക്സിയുടെ ജാറിൽ, കുറച്ച് പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് ചെറിയ മിക്സിയുടെ ജാറിൽ പൊടിച്ചത്. അല്ലെങ്കിൽ ഈ ജാറിൽ തന്നെ പൊടിച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങ് ചേർത്താൽ മതി, എന്നിട്ട് അങ്ങ് അടിച്ചാൽ മതി. അന്നേരം എല്ലാം കറക്റ്റായിട്ട് മിക്സായി വന്നോളും. പക്ഷേ ഇത് കുറച്ചേ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്.
കാരണം ഇതിനകത്ത് പൊടിയാനും മാത്രം ഉള്ളതില്ല. പഞ്ചസാരയും കൂടെ അതിനകത്തിട്ടു. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നല്ലപോലെ ഒന്ന് ചൂടാകണം പാത്രം. അതിനകത്ത് ഞാൻ ഒരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ റിങ്ങാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ചൂടായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓണാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്യണം നമ്മൾ. ഞാനതെല്ലാം കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവന്ന് വേണ്ട. ആ മുട്ടയെല്ലാം പതഞ്ഞ് നല്ലപോലെ പതഞ്ഞ്. ഇനി നമുക്ക് പകുതി ഇടാം. ഇനി വാനില എസൻസ് ചേർക്കണം. ഞാൻ ആദ്യമായിട്ട് ആ പാലങ്ങ് ചേർക്കുകയാണ്. പാലും തൈരും ചേർക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാനില എസൻസും ചേർക്കണം. തൈരും കൂടെ ചേർക്കുക. തൈര് കുറച്ചേ എടുത്തിട്ടുള്ളൂ. എല്ലാം കുറച്ച് സാധനം മതി. ചുരുങ്ങിയ ചിലവിലാണ് നമുക്കിതുണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണിത്. എന്നുവെച്ചാൽ അമൃതപ്പൊടി കുഞ്ഞുങ്ങൾ, അമൃതം എന്ന് പറഞ്ഞത് തന്നെ അതൊരു സത്യം തന്നെയാണ്. കാരണം അത് അമൃതപ്പൊടി തന്നെയാണ്, അമൃതം തന്നെയാണത്. ഞാൻ കുറച്ച് വാനില എസൻസ് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അത്രയേ ചേർക്കുന്നുള്ളൂ. ഒരു 5-6 തുള്ളി വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഞാൻ അത്രയേ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളതിന്. നല്ല ടേസ്റ്റിയാണ് ഇത്. കാരണം നമ്മൾ ഒരുപാട് സാധനമൊന്നും ചേർത്തില്ലെങ്കിലും അതിന് ആ ടേസ്റ്റ് ഉണ്ടാവും. കാരണം അമൃതപ്പൊടി അത്രയും നല്ല സാധനമല്ലേ. അത് ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തു. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടി കുറച്ചിടാം. ഒരു പകുതി ആദ്യം ഇടാം. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഇടാം നമുക്ക്. കാരണം ഒന്നിച്ച് കിടന്നാൽ അത് കട്ടയായി കിടന്നാലോ എന്ന് കരുതിയിട്ടാണേ. നമുക്കിത് റിബൺ മോഡലിൽ കിട്ടണം. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് റിബൺ മോഡലിൽ കിട്ടണം. അതിന് പാകത്തിന് തന്നെയാണ്. ബാക്കിയുള്ളതും കൂടെ ഇടുകയാണ്. ആദ്യം ഇട്ടത് ഞാനൊന്ന് അടിച്ചു കൊണ്ടുവന്ന് ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അതങ്ങ് മിക്സ് ചെയ്യാം. അമൃതപ്പൊടിയുടെ കേക്ക് നല്ലതാണ്, നല്ല ഗുണവുമുണ്ട്. അമൃതപ്പൊടിയുടെ ആ മണമൊന്നും ഉണ്ടാകത്തില്ല ഇതിന്. നല്ല കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണിത്. ഒരുപാട് ചിലവും വേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം, ആർക്കും ഉണ്ടാക്കാം. ഇതിലൊന്നും ഇപ്പോൾ ഒരു പാത്രങ്ങളും നമുക്ക് കേക്ക് ബേക്കിങ്ങിനായിട്ട് ഒരു പാത്രങ്ങളും വാങ്ങിയതല്ല. ഇതിപ്പോൾ വീട്ടിലുള്ള പാത്രങ്ങൾ തന്നെയാണ്. അല്ല ഇതിനായിട്ടൊന്നും വാങ്ങേണ്ടതാണ്ടോ. ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഴണം. കണ്ടോ, ഇങ്ങനെ വീഴുന്ന ആ പാകത്തിനെടുക്കണം. അപ്പോൾ അങ്ങനെ ആയി വന്നിട്ടുണ്ടത്. ഇനി നമുക്കതിന് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം ഞാൻ റെഡിയാക്കി വെച്ചതായിരുന്നു. അത് ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ട് ചുറ്റും ഞാൻ ബട്ടർ പേപ്പർ വെച്ച്, കാരണം ഒരു കരിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ചുറ്റും അങ്ങ് വെച്ചതാണ്. പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് ഞാൻ നല്ലോണം ടാപ്പ് ചെയ്തെടുത്തതാണത്. ഇനി നമുക്കതിനകത്തേക്ക് വെക്കാം ഇത് കേക്ക്. ഇത് നമുക്ക് 35 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ ഇത് കേക്ക് ബേക്കാവും. ഇത് ഞാൻ കുറച്ച് ഇതായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പാത്രത്തിലെടുത്തത്. മറ്റേതിൻ്റെ സാധാരണ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ 8 ഇഞ്ച് ഇത് ഉള്ള പാത്രത്തിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുക. പക്ഷേ ഇതിപ്പോൾ ചെറിയ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടി, വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അമൃതപ്പൊടി അത് അമൃതം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ അത് കുഞ്ഞുങ്ങൾ തിന്നേണ്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ പേരക്കുട്ടി ഇത് കഴിക്കുകയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും, ചെറിയ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. കേക്കെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ വേഗം വാങ്ങി തിന്നും. ഇത് മാത്രമൊന്നുമല്ല, വേറെയും ഞാൻ പല വീഡിയോ ഇടുന്നുണ്ട് അമൃതപ്പൊടി കൊണ്ട്. ഇതൊരെണ്ണം ഞാനിപ്പോൾ ഞാൻ 2000-ലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. കറണ്ട് അടുപ്പാണ്. ഇതിൽ ഞാൻ 2000-ലായിട്ടിരിക്കുന്നത്. ആ 2000-ലിട്ട് ഫുള്ളും ഞാൻ ബേക്ക് ചെയ്യുന്നുണ്ട്. അതിന് കരിയോ ഒന്നും ചെയ്യത്തില്ല. 2000 തന്നെ ലാസ്റ്റ് വരെ ഇടുകയാണ് ഞാൻ. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കണ്ടോ. 30 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ കേക്ക് ആയിട്ടുണ്ട്. കൈ പൊള്ളുന്നുണ്ടത്, ഞാൻ പെട്ടെന്ന് കൈ മാറ്റിയത്. എല്ലാവരും എന്നോട് സഹകരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കണ്ടോ, ഇപ്പോൾ ഞാനിങ്ങോട്ട് എടുത്തു. ഭയങ്കര ചൂടാണ്,
അതുകൊണ്ട് ഞാൻ ആ പാത്രം അങ്ങ് മാറ്റി വെക്കട്ടെ. അവിടേക്ക് എടുത്ത് വെച്ചാൽ നല്ലപോലെ കാണാൻ പറ്റും. അതിന് അവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നമുക്ക് ആ സൈഡിൽ നിന്ന് അതങ്ങ് പൊളിച്ച് മാറ്റാം. കണ്ടോ, നന്നായി വെന്ത് നല്ല കറക്റ്റായി വന്നിട്ടുണ്ടത്. അടി കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് നമ്മൾ അമൃതപ്പൊടി ഒരു കാരണവശാലും നമ്മൾ ഇത് കൊണ്ടുവന്ന് കളയരുത്, വേസ്റ്റാക്കി കളയരുത്. ഇത് അമൃതം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. ആ പേര് പോലെ തന്നെ അമൃതമാണ് കുഞ്ഞുങ്ങൾക്കത്. നമ്മളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഞാനിതിൻ്റെ അടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ നല്ലോണം പൊള്ളുന്നുണ്ട്, നല്ല ചൂടാകണ്ടോ, അതിൻ്റെ അടി ഇരിക്കുന്ന കണ്ടോ. ഒന്നും ആയിട്ടില്ല, കരിയൊന്നും ചെയ്യത്തില്ല. നന്നായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണം, കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. അമൃതപ്പൊടി ഇനിയും പല ഇതിൽ ഞാൻ ഇടുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളിത് കഴിച്ചോളും, കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടമാകുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഞാൻ ഇനിയും ഉണ്ടാക്കിയിടുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് വാങ്ങാൻ പോകാതിരിക്കും. പക്ഷേ ഇത് ഞാൻ എന്നിട്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് പോയി വാങ്ങിയതാണ്. കുഞ്ഞുങ്ങൾ ഇവിടെ ഇരട്ട കുഞ്ഞുങ്ങളാണ്, അവർക്കിത് കിട്ടുന്നുണ്ട്. പക്ഷേ അവർ കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് വാങ്ങത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല പോലെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളം നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടോ, സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കണ്ടോ, വളരെ സോഫ്റ്റാണ്. അപ്പം നല്ലൊരു അമൃതപ്പൊടിയുടെ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു.